ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് വേണ്ടി ഒരു പുതിയ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. നമുക്കെല്ലാം അറിയാം, പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം കാരണം പുരുഷന്മാരിൽ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് മൂത്രാടസം, കൂടെ മൂത്രം പോവുക, പിന്നെ രാത്രി ഉറങ്ങിയതിന് ശേഷം കൂടെ എഴുന്നേൽക്കുക മൂത്രം ഒഴിക്കാനൊക്കെ വേണ്ടി ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഒരു 40 വയസ്സിനുമായിട്ടുള്ള പുരുഷന്മാരിൽ കാണുന്നുണ്ട്. ഇവയിൽ മിക്കവർക്കും ഈ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കവുമുണ്ട്. അതുമൂലമാണ് ഈ ബുദ്ധിമുട്ടൊക്കെ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെയിൻലി പറയുന്നത് മരുന്നുകൾ, മെഡിസിൻസും ഉണ്ട്, പിന്നെ സർജറിയുണ്ട്. ഇത് രണ്ടും അല്ലാത്തൊരു പുതിയ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാനും സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് റെസ്യൂം തെറാപ്പി. റെസ്യൂം എന്ന് പറയുന്നത് ഒരു സർജറി അല്ല, അത് ചെറിയൊരു പ്രൊസീജിയറാണ്. അതായത് നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് സ്റ്റീം തെറാപ്പി. നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് പ്രോസ്റ്റേറ്റിനകത്തോട്ട് നമ്മൾ ആവി വളരെ സ്റ്റെറൈലായിട്ട് അതിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് പ്രോസ്റ്റേറ്റിനകത്തോട്ട്. ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാരണം ഈ പ്രോസ്റ്റേറ്റ് ക്രമേണ അങ്ങ് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. പ്രോസ്റ്റേറ്റ് ചുരുങ്ങുമ്പോൾ അതുമൂലമുള്ള ബുദ്ധിമുട്ടുകൾ, മൂത്രാടസവും അത് കാരണമുള്ള ബ്ലാഡറിനുള്ള ഇറിറ്റേഷനും ബുദ്ധിമുട്ടുകളെല്ലാം കുറയും. ഇത് മെഡിസിനും സർജറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെഡിസിനേക്കാട്ടിലും ഫാർ മോർ എഫക്റ്റീവാണ്. പിന്നെ സർജറി ആയിട്ടും ഇത് വളരെ കമ്പയറബിളാണ്. അപ്പോൾ ഈ പ്രൊസീജിയർ ഡെവലപ്പ് ആയേക്കുന്നത് തന്നെ നമ്മൾ ഒരു 40 വയസ്സിനായിട്ടുള്ള ആൾക്കാർക്കും യൂസ്ഫുള്ളായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ മിക്ക പ്രായക്കാർക്കും ഇത് ചെയ്യാനും പറ്റും. ആവറേജ് സൈസുള്ള പ്രോസ്റ്റേറ്റും തടസ്സം ഉണ്ടാക്കുന്ന പ്രോസ്റ്റേറ്റ്സിലൊക്കെ നമുക്ക് ഇഞ്ചക്ഷൻ തെറാപ്പി കൊടുക്കാൻ പറ്റും. ഇതൊരു സർജറി അല്ല. ഇതിന് കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഇതിന് പെയിനോ ബ്ലീഡിങ്ങോ പിന്നെ അങ്ങനെ സെക്ഷുവൽ സൈഡ് എഫക്ട്സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ പ്രൊസീജിയറിനില്ല. അതായത് നമ്മളൊരു ദിവസം മാത്രം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. പ്രൊസീജിയർ സമയത്ത് ചെറിയൊരു സെഡേഷൻ വേണ്ടി വരും. കാരണം ഈ പ്രൊസീജിയർ ചെയ്യുന്നത് സിസ്റ്റോസ്കോപ്പി എന്ന രീതിയിലാണ് ചെയ്യുന്നത്. സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്രനാളിൽ കൂടെ വളരെ ചെറിയ ഒരു ഇൻസ്ട്രുമെൻറ്റ് കടത്തിയിട്ടാണ് ഡയറക്റ്റ്ലി പ്രോസ്റ്റേറ്റിനകത്തോട്ട് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഈ സ്റ്റീം തെറാപ്പി കൊടുക്കുമ്പം ഇത് പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ കാരണം ക്രമേണ ഈ ഗ്രന്ഥി അങ്ങ് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ എഫക്റ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് മെഡിസിൻസ് വരെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും, സർജറി പോലെ തന്നെ. ഇപ്പോൾ സർജറി കഴിഞ്ഞാലും നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ പ്രൊസീജിയറും. ഇത് കഴിഞ്ഞാലും നമുക്ക് മെഡിസിൻസൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. കാരണം പ്രോസ്റ്റേറ്റ് അങ്ങോട്ട് ഷ്രിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം കുറയുകയും ചെയ്യും. ഇതിൻ്റെ പേരാണ് റെസ്യൂം തെറാപ്പി. ഇതിന് അങ്ങനെ വലിയ ബെഡ് റെസ്റ്റിൻ്റെയും ആവശ്യമില്ല. നമുക്ക് ഒരു ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്താൽ മതി. ഇത് കഴിയുമ്പം മൂത്രനാളിയിൽ ഒരു കത്തീറ്റർ എന്നൊരു ട്യൂബ് കാണും. അതും പിന്നെ ക്രമേണ അതും അങ്ങ് മാറ്റും. അതാണ് ഈ പ്രൊസീജിയർ റെസ്യൂം.